ഹലോ ഗായ്സ്, ലില്ലി ബ്ലോഗിലെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ നമ്മുടെ അലോക്കേഷ്യ വെൽവെറ്റ് എന്ന് പറയുന്ന ഒരു ചെടിയുടെ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. എല്ലാവർക്കും പരിചയമുള്ള ഒരു ചെടിയാണ് അലോക്കേഷ്യ വെൽവെറ്റ്. ഈ ചെടിയുടെ ഇല നമ്മുടെ സാധാരണ വെൽവെറ്റിൻ്റെ തുണി എങ്ങനെയാണോ അതുപോലെയാണ് കേട്ടോ. അത് നല്ല തിളക്കമുള്ള ഒരു ചെടിയാണ്. ഇലത്തോട്ട് കാണിക്കാം. ഇപ്പം നല്ല ഭംഗിയായിട്ട് കാണാനുണ്ട്. ഈ ചെടിയുടെ ഇലയ്ക്ക് നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു തൈ ഞാൻ വാങ്ങിച്ച സമയത്ത് 400 രൂപയായിരുന്നു കേട്ടോ. ഒരു തൈ ഇതുപോലെ ഒരു ചെറിയ ഇത്രയും ഇല പോലും ഇല്ലായിരുന്നു കേട്ടോ. ചെറിയ തൈ ആയിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ കുറച്ച് തൈകളൊക്കെ എൻ്റെ പക്കലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അലോക്കേഷ്യ വെൽവെറ്റിൻ്റെ ഒരു വീഡിയോ ഇടാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കണം കേട്ടോ. എൻ്റെ പുതിയ ചാനലാണ്, അപ്പോൾ അതിന് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. അപ്പോൾ എൻ്റെ കുട്ടപ്പൻ ചോറ് കഴിച്ചിട്ട് ഇറങ്ങി പോകുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അവൻ്റെ കാലിന് ഒരു ചെറിയൊരു ഇതുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ഈ ചെടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. ഈ ഇലയ്ക്ക് നല്ല തിളക്കമുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് വീട്ടിൻ്റെ ഇതിന് ഈ ചെടിക്ക് വെയിലൊന്നും കൊള്ളാൻ പാടില്ല. പക്ഷെ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഈ ഇലയുടെ ഭംഗി കുറയും. ഇലയുടെ കളർ, ഈ പച്ച കളർ മാറിയിട്ട് അത് ഒരു ഇതേ കളറിൽ വരും. ഈ കളറിൽ. അപ്പോൾ ഇതിന് വെയിൽ പാടില്ല, തണലാണ് ആവശ്യം. അത് മാത്രമല്ല, ഇത് നമ്മൾ തണലത്ത് വയ്ക്കുമ്പോഴാണ് ഈ ഇലയ്ക്ക് ഭംഗി കൂടുന്നത്. നല്ല പച്ച കളറായിട്ട് ഈ ചെടി നിൽക്കുന്നതാണ് കേട്ടോ. അലോക്കേഷ്യയിൽ ഒരുപാട് ഐറ്റം ഉണ്ട്. വേറെ സീബ്ര, അതിൻ്റെ മോഡൽ, അതിന് വെറും അലോക്കേഷ്യ എന്ന് പറയും. ഇതിൻ്റെ ഇലയ്ക്ക് ഈ വെൽവെറ്റിനുള്ളതുപോലത്തെ ആ ഭംഗിയുള്ളത് കൊണ്ട്, ആ ഷൈനിങ് ഉള്ളത് കൊണ്ടാണ് ഇതിനെ അലോക്കേഷ്യ വെൽവെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഈ രണ്ട് ഇലയ്ക്ക് നല്ല ഭംഗിയുണ്ട്. ആ വെൽവെറ്റ് തുണി എങ്ങനെയാണോ അതുപോലത്തെ നല്ല ഷൈനിങ് ഉണ്ട് കേട്ടോ ഈ ഇലയ്ക്ക്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്.